ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡേ 2 ഓഫ് തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും ട്രെയിൻ കയറി അങ്ങനെ ഹോട്ടലിലെത്തി. പാരീസ് ഹോട്ടലിലായിരുന്നു ഇവിടെ സ്റ്റേ ഒക്കെ. രാവിലെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ തന്നെ പരിപാടി തുടങ്ങി. ഫസ്റ്റ് ഷോ വരുന്നത് രാവിലെ 9 മണിക്കായിരുന്നു. രാവിലെ 9 മണിക്ക് കോമ്പയറിംഗ് എല്ലാം കഴിഞ്ഞ് കുറച്ചധികം സമയം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഒരു ജ്യൂസ് കുടിക്കാൻ പോയി. അങ്ങനെ ആ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സർബത്ത് തന്നെയായിരുന്നു നമ്മൾ അവിടുന്ന് കുടിച്ചത്. ആ ലിബർട്ടി തിയേറ്റർ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് അധികം പോകേണ്ട ആവശ്യം വന്നില്ല. അങ്ങനെ ഒരു സർബത്തൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് ചില്ല് ചെയ്ത് നമ്മൾ ഇരിക്കുമായിരുന്നു. അങ്ങനെ ചില്ലിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത ഷോയിലേക്ക് നേരെ വീണ്ടും തിയേറ്ററിലേക്ക് വിട്ടു. നമ്മളെ കൂട്ടത്തിലെ സെലിബ്രിറ്റിയാണ് നിങ്ങൾ ഇപ്പം കാണുന്നത്. പൗർണമി എന്ന പുള്ളിക്കാരൻ്റെ പേര്. നമ്മൾ 5 പേരായിരുന്നു കോമ്പയറിങ്ങിനുണ്ടായത്. ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വീണ്ടും നേരെ പാരീസ് ഹോട്ടലിലേക്ക് പോയി. പാരീസ് ഹോട്ടലിൽ പോയി അധികം നേരം ഇരിക്കാനും സമയം കിട്ടിയില്ല, കാരണം അടുത്ത ഷോ ഉണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ തിരിച്ചു വരുമ്പോഴേക്കും അപ്പം ഓപ്പൺ ഫോറം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഓപ്പൺ ഫോറം കാണാൻ താല്പര്യമില്ലാണ്ട് നേരെ നമ്മൾ ഡൗൺ ടൗൺ മോളിലേക്കാണ് പോയത്. ഡൗൺ ടൗൺ മോളിൽ പോയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചിരിക്കുമ്പോഴേക്ക് സമയമായി അടുത്ത ഷോയിൽ. അപ്പം തിരിച്ചു വരുമ്പം ഭാഗ്യലക്ഷ്മി അഖിൽമാരാറുമായിട്ടുള്ള ചർച്ചയായിരുന്നു. വിരുദ്ധ കോൺട്രഡിക്ഷൻസ് ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ അടിപൊളി ചർച്ച നമുക്ക് കാണാൻ പറ്റി. അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പാട്ടും ബഹളവുമായിട്ട് അടിപൊളി വൈബ് തന്നെയായിരുന്നു അവിടെ. അതൊക്കെ കഴിഞ്ഞതേ ഇവരാണ് നമ്മളെ കൂടെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റ് എടുക്കലാണ് നിങ്ങൾ കാണുന്നത്. അവസാനത്തെ ഷോ വരുന്നത് രാത്രി 8:30-ക്കായിരുന്നു. 8:30 വരെയുള്ള ബ്രേക്കിന് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ 8:30 ഷോ ഇത് കോമ്പയർ ചെയ്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ കോ പാർട്ട്ണറായിട്ട് കീർത്തനയാണ് ഇപ്പോൾ ഉണ്ടായത്. നമ്മൾ 5 പേരാണ് ഉണ്ടായത്. പൗർണമി, കീർത്തനയും ഞാനും ആസിഫും അമ്മയുമായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും ഹോട്ടലിലേക്ക് പോവാണ്. ഹോട്ടലിലേക്ക് പോകുമ്പോൾ നമ്മൾ ചേട്ടനെ പറ്റുന്നത്രയും വെറുപ്പിച്ചിരുന്നു. പക്ഷെ പാവം ചേട്ടൻ നമ്മളെ സഹിച്ചു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഗൈസ്. അപ്പം ഡേ 3 നമുക്ക് വീണ്ടും കാണാം.